നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ താമസിക്കുന്ന 75 വയസ്സുള്ള മേരിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറ് കാട്ടാന ആക്രമിച്ചു. വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറിന്റെ പിൻഭാഗത്താണ് ആന ചവിട്ടിയത്. ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ചാവക്കാട് മണത്തലയിൽ പാലത്തിനു സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ട സ്ഥലം NK അക്ബർ MLA സന്ദർശിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കൊരട്ടിയിൽ ഉപവാസ സമരം നടത്തി. കൊരട്ടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ റോഡിൽ വിള്ളൽ കണ്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. 30 കോടി ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണാറ ബനാന ഹണി പാർക്ക് 6 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിൽ. പൊന്നൂക്കരയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾക്ക് സാമൂഹ്യ വിരുദ്ധർ തീവെച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെ തുടരും. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗികമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. മീൻ പിടിക്കുന്നതിനിടെ പത്താഴക്കുണ്ട് ഡാമിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. കുളത്താഴം സ്വദേശി കട്ടുംകീരിയിൽ വീട്ടിൽ 53 വയസ്സുള്ള വേണുഗോപാലനാണ് മരിച്ചത്. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് റോഡിൽ താഴ്ന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. തകർന്നുകിടക്കുന്ന പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിൽ റോഡ് ഉപരോധിച്ചു. ആലിൻ മിൽ പരിസരത്ത് നടന്ന റോഡ് ഉപരോധം DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് തൃശൂർ പൂരം പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി. ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് സൈദലവി, പാരാലീഗൽ വോളണ്ടിയർ KB അമ്പിളി, PK പുഷ്പം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കഥയുടെ പിറവി എന്ന പേരിൽ കഥാവതരണ ചർച്ച സംഘടിപ്പിച്ചു. കഥാകൃത്ത് രാജ്കുമാരി വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജനദ്രോഹ നയങ്ങൾ പതിവാക്കിയെന്ന് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കൈപ്പമംഗലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുഴിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. മാള പൊയ്യ പഞ്ചായത്തിലെ കഴിഞ്ചിത്തറയിലാണ് അങ്കണവാടി നിർമ്മാണത്തിന് അടിത്തറ കെട്ടുന്നതിന് 6 അടി ആഴത്തിൽ കുഴിയെടുത്തിരിക്കുന്നത്. SNDP യോഗം നാട്ടിക യൂണിയൻ ചേർക്കര ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ആയുർവേദത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാജ ചികിത്സകളും പ്രചരണങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി അസോസിയേഷൻ. ആലൂർ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ കൃപാഗ്നി കൺവെൻഷന് തുടക്കമായി. ബ്രദർ സാബു ആറുതൊട്ടിയിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. തൃശൂർ കാഞ്ഞാണി റോഡിൽ മനക്കൊടി ജംഗ്ഷനിലെ ഗീവർഗീസ് സഹദ തീർത്ഥകേന്ദ്രം കപ്പേളയുടെ ചില്ല് തകർത്ത നിലയിൽ. നേർച്ചയിട്ട പണം നഷ്ടപ്പെട്ടു. CCTV ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഏനാമാവ് കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഊട്ടുശാല സജീവമായി. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മാങ്ങാരിയൽ ഉദ്ഘാടനം ചെയ്തു. 24, 25 തീയതികളിലാണ് കോഞ്ചിറമുത്തിയുടെ തിരുനാൾ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന വാർഷിക കൌൺസിലിന് നാളെ തൃശൂരിൽ തുടക്കമാകും. ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കുട്ടനെല്ലൂർ റീജൻസി ക്ലബിന്റെ ക്ലബ് ഡേ ആഘോഷങ്ങൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. ചാരിറ്റി പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ക്ലബ്ബ് ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കും. +2 VHSE പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഇത്തവണ 77.81% +2 വിജയശതമാനം. 70.6% VHSE വിജയശതമാനം. ജൂൺ 23 മുതൽ 27 വരെ സേ പരീക്ഷ നടക്കും. നിർമ്മാണം നടക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞു താണു. നിർമ്മാണത്തിൽ അപാകതയാണെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. സംസ്ഥാന വനിതാ കമ്മീഷൻ തൃശൂരിൽ ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ നിരവധി പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികൾ പണിമുടക്ക് സമരത്തിലേക്ക്. ദിവസവേതനം 1000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നവംബർ 7 പണിമുടക്കുന്നത്. CPI ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 27 മുതൽ 30 വരെ തൃശൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനും റവന്യൂ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ. 27 രാവിലെ 10 ടൗൺ ഹാളിൽ നടക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്ക് മറുപടി നൽകിയ ധീര സൈനികർക്കും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നാട്ടിക മണ്ഡലം BJP കമ്മിറ്റി തിരംഗയാത്ര സംഘടിപ്പിച്ചു. തൃപ്രയാർ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച യാത്ര റിട്ടയേർഡ് സുബൈദാർ TK രാജേന്ദ്രനെ ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനകത്ത് കയറി ഉച്ചഭാഷിണി ഉപയോഗിച്ച് DYFI നടത്തിയ സമരത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. രോഗികൾക്കും ഡോക്ടർമാർക്കും ശല്യമുണ്ടാക്കുന്ന നിലയിലാണ് OP സമയത്ത് സമരം നടത്തിയതെന്ന് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി മാള പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം ആചരിച്ചു. അനുസ്മരണ യോഗം DCC സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്തിൽ 165 കുടുംബങ്ങൾക്ക് ബയോബിൻ വിതരണം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ RS പൊതുവാളിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനവും ആത്മകഥാ പുസ്തക പ്രകാശനവും കുഴൂരിൽ നടന്നു. ബേലൂർ രാമകൃഷ്ണ മിഷൻ മുൻ ആചാര്യൻ സ്വാമി സുപ്രഭാനന്ദ ഉദ്ഘാടനവും പ്രകാശനവും നിർവഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയാഘോഷത്തിന്റെ ഭാഗമായി BJP പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും എളനാട് ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഴയന്നൂരിൽ ത്രിവർണ സ്വാഭിമാനി യാത്ര സംഘടിപ്പിച്ചു. BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവില്ലാമല ശ്രീ വില്ലോദ്രിനാഥ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. സ്വാമി അഭയാനന്ദയാണ് യജ്ഞാചാര്യൻ. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 25 സമാപിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.